പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഈ അവസരത്തിന് നമ്മളെ കർത്താവ് ഈ വചന പഠനത്തിലേക്ക് ക്ഷണിക്കുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് യോഹന്നാൻ 17-ാം അധ്യായം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആരംഭിക്കുന്നത്. യോഹന്നാൻ 17 യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായം. POC ബൈബിളിൽ അതിൻ്റെ തലക്കെട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ്. എന്നാൽ ഈ പ്രാർത്ഥന സത്യത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇതിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല. വിശദമായിട്ട് നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. യോഹന്നാൻ 17 ഈശോയുടെ മഹാപുരോഹിത പ്രാർത്ഥന. ദൈവവചനം ആഴത്തിൽ ഗ്രഹിക്കാൻ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി, വചനത്തിൻ്റെ അമ്മയായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്ക് സുവിശേഷത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ചതായിട്ട് സുവിശേഷകന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനസ്നാനം കഴിഞ്ഞ് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചത് ഈ ഓരോ വാചകത്തിലായി എന്താണ് യേശു പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ, അതുപോലെ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോ പ്രാർത്ഥിച്ച ഒറ്റ വാചകങ്ങളോ 2 വാചകങ്ങളോ ഒക്കെ ബൈബിളിലുണ്ട്. എന്നാൽ ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ദീർഘമായി രേഖപ്പെടുത്തിയിട്ടുള്ള, വളരെ ലെങ്തിയായി പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് യോഹന്നാൻ 17-ാം അധ്യായം. നമുക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്ന യേശുവിൻ്റെ ഏറ്റവും ദീർഘമായ പ്രാർത്ഥനയാണ് യോഹന്നാൻ 17. അതുകൊണ്ട് തന്നെ ഈ ഭാഗം മനോഹരമാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണ്, പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്, യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശു പിതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരധ്യായമാണ് ഇത്. മാത്രമല്ല, ഈ പ്രാർത്ഥന നടന്നത് എവിടെയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ യോഹന്നാൻ്റെ വചന പഠനത്തിൽ എൻ്റെ കൂടെ യാത്ര ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യോഹന്നാൻ 13 മുതൽ 17 വരെ അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നത് യേശുവിൻ്റെ ഒറ്റ രാത്രിയിലെ സംഭാഷണങ്ങളാണ്. ആ രാത്രി പെസഹ രാത്രിയാണ്. മാളിക മുറിയിൽ ആരംഭിച്ച ആ യേശുവിൻ്റെ സംഭാഷണം വഴിയിലൂടെ തുടരുകയാണ്. നമ്മൾ പറഞ്ഞു, ഈശോ ദേവാലയത്തിലെ ആ വിശുദ്ധ സ്ഥലത്തെ പൊന്നു പൊതിഞ്ഞിരിക്കുന്ന ആ ഭാഗമൊക്കെ കടന്നു പോകുന്നു. അതുപോലെ മുന്തിരിവള്ളി, സ്വർണ്ണ മുന്തിരിവള്ളികൾ കടന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ഈശോ ഈ സംസാരം നടത്തുമ്പോൾ കർത്താവിൻ്റെ ലൊക്കേഷൻ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടുത്താണ്. അത് ഒരു പ്രത്യേകതയുള്ള ചിന്തയാണ്. അതെന്താണെന്ന് വെച്ചാൽ, മഹാപുരോഹിതൻ മാത്രം വർഷത്തിലൊരിക്കൽ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവേശിക്കുന്ന സ്ഥലമാണ് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്തുള്ള വഴിയിലെവിടെയോ നിന്ന് ആവണം യേശു ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവുക. പഴയ നിയമത്തിൽ യോം കിപ്പൂർ എന്ന പാപപരിഹാര ദിനത്തിൽ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ, മഹാപുരോഹിതൻ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പുരോഹിത പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് യേശുവിൻ്റെ പ്രാർത്ഥന. ലേവ്യർ 16 പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ 3 കൂട്ടർക്ക് വേണ്ടിയാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുമാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെയാണ്. രണ്ടാമതായിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ കുടുംബത്തിൽപ്പെട്ട സഹപുരോഹിതർക്ക് വേണ്ടിയാണ്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്. മൂന്നാമതായിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ തനിക്ക് വേണ്ടി,
തൻ്റെ സഹപുരോഹിതന്മാർക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, മൂന്നാമതായി ദൈവജനത്തിന് വേണ്ടി. അതിനുശേഷം പഴയ നിയമത്തിൽ ലേവ്യർ 16 അനുസരിച്ച് ഈ പഴയ നിയമ പുരോഹിതൻ, പ്രധാന പുരോഹിതൻ ഈ പ്രാർത്ഥന നടത്തിയതിന് ശേഷം ഇറങ്ങി വന്ന് ദഹനബലി അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കർത്താവ് ശംശിക വളരെ ഡെലിബറേറ്റായി, ബോധപൂർവം മഹാപുരോഹിതൻ താനാണ് എന്ന് ലോകം അറിയണമെന്ന ആ ദൃഢനിശ്ചയത്തോടു കൂടി, തീരുമാനത്തോടു കൂടിയാണ് ഈ മഹാപുരോഹിതനായി കൊല്ലപ്പെടുന്നതിന്, ദഹനബലിയായി അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത്. ദഹനബലി, ആടിനെ ദഹനബലി അർപ്പിക്കും. അതുപോലെ തന്നെ അസസേലിന് വേണ്ടി ഒരാടിൻ്റെ തലയിൽ കൈവച്ച് ജനത്തിൻ്റെ പാപം മുഴുവൻ ആ ആടിൻ്റെ മേൽ ചുമത്തിയിട്ട് ആ ആടിനെ അസസേലിന് വേണ്ടി മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടും. ഇങ്ങനെയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അസസേൽ ഒരു മരുഭൂമിയിലെ ദുരാത്മാവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ്: ഓരോ പാപവും പിശാചിന് നമ്മുടെ മേലൊരു അവകാശം കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ പിശാചിന് നമ്മുടെ മേൽ വന്ന അവകാശം, ആ അവകാശം പിശാച് എടുക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ ആടിൻ്റെ മേൽ ജനം മുഴുവൻ ആടിൻ്റെ തലയെ കൈവച്ച് തങ്ങളുടെ പാപം ഈ ആടിൻ്റെ മേൽ ചുമത്തിയിട്ട് ആടിനെ അസസേലിന് വേണ്ടി മരുഭൂമിയിലെ ഈ ദുഷ്ടാരൂപി കൊന്നുകളയുന്ന ഈ ആടിൻ്റെ മെയ്തെ ഈ കൈകൾ വെക്കുന്നത്. അത്ര പ്രാധാന്യം കൊടുക്കണ്ട അതിന്. പക്ഷേ ഈ രണ്ട് ഭാവങ്ങളും യേശുവിൽ പൂർത്തിയാവുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ കുഞ്ഞാടായിട്ട് തന്നെ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ദഹനബലി അർപ്പിക്കും. അതുപോലെ തന്നെ അവൻ ജനത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കും. ആ മരുഭൂമിയിൽ ഓടിച്ചു വിടപ്പെട്ട കുഞ്ഞാട് കൊല്ലപ്പെടുന്ന പോലെ കൊല്ലപ്പെടുകയും ചെയ്യും. ഈ രണ്ട് അർത്ഥത്തിലും യേശു മഹാപുരോഹിതൻ എന്ന തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. അങ്ങനെ കർത്താവ് ശംശിക ഈ മഹാപുരോഹിത പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് ഇത് മുഴുവൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, ഓരോ ഭാഗങ്ങളായിട്ട് വായിക്കാം. നമുക്കിതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, യേശു പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്, അപ്പസ്തോലന്മാർക്ക് വേണ്ടിയാണ്. മൂന്നാമതായി യേശു പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളായ നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ യേശു തനിക്ക് വേണ്ടി, തൻ്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാർക്ക് വേണ്ടി, പിന്നീട് വ്യാപകമായ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കതിനെ ഓരോ ഭാഗങ്ങളായിട്ട് കാണാം. ആദ്യത്തേത് യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നത് തന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. അപ്പോൾ അതിൻ്റെ തീമായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമേ, അതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തേത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണമേ, അതാണ് രണ്ടാമത്തേത്. ഇനി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെ ഒന്നിപ്പിക്കണമേ. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം, ആദ്യ ഭാഗം. ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണം, രണ്ടാം ഭാഗം. വിശ്വാസികളെ ഒന്നിപ്പിക്കണമേ, മൂന്നാം ഭാഗം. നമുക്ക് ആദ്യ ഭാഗം കാണാം. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമേ എന്ന യേശു തനിക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ആദ്യത്തെ ഒരു 5 വാക്യങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. ഒന്നാം ഭാഗം, ആദ്യത്തെ 5 വാക്യങ്ങൾ. യോഹന്നാൻ 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യ പ്രാർത്ഥനയുടെ ആദ്യത്തെ 5 വാക്യങ്ങൾ, ആദ്യ ഭാഗം, അതിൻ്റെ പ്രമേയം
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഏത് മഹത്വമാണ്? പുത്രന് ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിനോട് കൂടെയുണ്ടായിരുന്ന മഹത്വം എനിക്ക് വീണ്ടും തരണമേ. ആ മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും ആനയിക്കണമേ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. എന്തിൻ്റെ സമയം? യോഹന്നാന്റെ സുവിശേഷത്തിൽ സമയം എന്ന വാക്ക് എപ്പോഴും യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് തന്നെ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുരിശുമരണത്തിൻ്റെ സമയമായിരിക്കുന്നു. കുരിശുമരണത്തിൽ എന്താണ് സംഭവിച്ചത്? യേശുവിൻ്റെ ഫ്ലഷ്, യേശുവിൻ്റെ ശരീരം സമ്പൂർണമായി തകർക്കപ്പെടുന്നു. ശരീരം പൂർണ്ണമായി തകർക്കപ്പെടുമ്പോൾ ആത്മാവ് മഹത്വപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ് മഹത്വം പ്രാപിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ പാഠമാണിത്. നമ്മൾ നമ്മുടെ ദേഹവും നമ്മുടെ ശരീരവും മനസ്സും, നമ്മുടെ ബോഡിയും സോളും അല്ലെങ്കിൽ മൈൻഡും, ആത്മാവിനെ വിളിക്കുന്ന പേര് സ്പിരിറ്റ് എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പിരിറ്റ് എന്ന് പറയാതിരുന്നത്. ബോഡിയും സോളും, ബോഡിയും മൈൻഡും, ദേഹവും ദേഹിയും, ശരീരവും മനസ്സും, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരേ കാര്യങ്ങളെയാണ്. ഇത് തകർക്കപ്പെടുമ്പോഴാണ് ആത്മാവ് മഹത്വപ്പെടുന്നത്. സ്പിരിറ്റ് ഈസ് ഗ്ലോറിഫൈഡ് വെൻ യുവർ ബോഡി ആൻഡ് സോൾ ഈസ് ബ്രോക്കൺ. വെൻ യുവർ ഫ്ലഷ് ആൻഡ് മൈൻഡ്, ബോഡി ആൻഡ് മൈൻഡ് ഈസ് ബ്രോക്കൺ. അത് തകർക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തകർക്കപ്പെടുമ്പോഴാണ് ആത്മാവ് മഹത്വപ്പെടുന്നത്. അപ്പോൾ കുരിശുമരണത്തിലൂടെയാണ് യേശുവിൻ്റെ മഹത്വീകരണം സംഭവിക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന വാക്കാണ് പിതാവേ, സമയമായിരിക്കുന്നു. ഇറ്റ്സ് ത്രൂ ഹൊറിബിൾ ഡിസ്ഗ്രേസ് ആൻഡ് ഹ്യൂമിലിയേഷൻ that we are led to glory. വലിയ മഹത്വത്തിലേക്ക് നമ്മൾ വരുന്നത് ഈ തകർക്കപ്പെടലിലൂടെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വചനമുണ്ട്. അതെങ്ങനെയാണ്? ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. Our inner man is renewed on a regular basis. ആന്തരിക മനുഷ്യൻ അനുദിനം, ആന്തരിക മനുഷ്യൻ അതാണ് ആത്മാവ്. ബാഹ്യ മനുഷ്യൻ ശരീരവും മനസ്സും. ശരീരത്തിന് ഉപവാസം, പരിത്യാഗം, പ്രാർത്ഥന, ശരീരത്തിന് ഇഷ്ടമില്ല. മനസ്സെപ്പോഴും സുഖം ആഗ്രഹിക്കും, സുഖം, യൂട്ടിലിറ്റി, എനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ. എന്നാൽ വേദന സഹിച്ച്, കഷ്ടപ്പാട് സഹിച്ച്, അൺകംഫർട്ടബിളായ സാഹചര്യങ്ങൾ ഏറ്റെടുത്ത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഒക്കെ ശരീരവും മനസ്സും തകർക്കപ്പെടുമ്പോൾ ആത്മാവ് ഗ്ലോറിഫൈഡ് ആവും. ഈ ആശയമാണ് ഇവിടെ പറയുന്നത്. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രനെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഇങ്ങനെ അവൻ മഹത്വപ്പെടുന്നത് വഴി, അപമാനത്തിലൂടെ മഹത്വപ്പെടുന്നത് വഴി, അവൻ മരണത്തിലൂടെ അവൻ പ്രാപിക്കുന്ന ജീവനാണ് നമുക്കവൻ നൽകുന്നത്. ഈ കുരിശുമരണത്തിൽ അവൻ തകർക്കപ്പെട്ട് അവൻ്റെ ജീവൻ ഹോമിച്ചപ്പോൾ അവൻ നേടിയെടുത്ത നിത്യജീവനാണ് നമുക്ക് ദാനമായി അവൻ നൽകുന്നത്. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ നിത്യജീവൻ എന്താണെന്ന് വിശദീകരിക്കാൻ പോകണം. തൊട്ടു മുമ്പ് രണ്ടാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. നമ്മൾ സുവിശേഷം ആളുകളോട് പറയാനൊക്കെ മടി കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ മേൽ നമുക്കെന്ത് അവകാശം എന്ന് ചിന്തിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മൾ അവരോട് പറയാൻ നമുക്കെന്ത് അവകാശമാണ് അവരുടെ മേലുള്ളത്?
ഒരു ക്രിസ്തു വിശ്വാസി ഓർക്കേണ്ടത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ മേലും യേശുവിന് പിതാവ് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തണം. സുവിശേഷം പറയാൻ നമ്മൾ ഒരിക്കലും ടിമിഡ് ആവേണ്ട കാര്യമില്ല, മടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യൻ്റെയും അധികാരം യേശുവിനാണ്. വി ഷുഡ് നെവർ ബി ടിമിഡ് ടു ഷെയർ ദ ഗോസ്പൽ ബിക്കോസ് ഫാദർ ഹാസ് ഗിവൺ അതോറിറ്റി ടു ജീസസ് ഓവർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അതാണ് രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഇനി മൂന്നാമത്തെ വാക്യം, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഈശോ നിത്യജീവൻ നമുക്ക് തരികയാണ്. അപ്പോൾ ആ ജീവൻ നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഏകസത്യദൈവമായ പിതാവിനെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യ ജീവൻ. അതായത് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നു, നമുക്ക് ഒരു സമൃദ്ധമായ ജീവിതം ഉണ്ടെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് എപ്പോഴൊക്കെയാണ്? മനുഷ്യൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, സമ്പത്ത്, പൊസഷൻസ്, സമ്പാദ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഒരാളുടെ ജീവിതം കുറെ കൂടി നിറവുള്ളതായി മാറും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പണം കൂടിയാൽ, സമ്പാദ്യങ്ങൾ കൂടിയാൽ കുറച്ചുകൂടി നല്ല ജീവിതം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ജീവൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൊസഷൻസ്. പിന്നെ വേറെ ചില ആളുകൾക്ക് വലിയ ബാങ്ക് ബാലൻസ് ഒക്കെയാണ് കുറച്ചുകൂടെ ഉയർന്ന ജീവിതം എന്ന് ചിന്തിക്കുന്നത്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ ഹാപ്പി എക്സ്പീരിയൻസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണുക, ഒത്തിരി എക്സൈറ്റ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടാവുന്നതാണ് ഒരു നല്ല ജീവിതം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലൈഫ് അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ളതാണ്. ഇപ്പം ചില ആളുകൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ് ഉയർന്ന ഒരു ജീവിതം. അതായത് മോർ റിലേഷൻഷിപ്സ്, ഒരുപാട് ആളുകളെ അറിയാം, ഒരുപാട് പരിചയങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ. ഇവിടെ ഈശോ പറയുകയാണ്, എന്താണ് നിത്യജീവൻ? എന്താണ് ജീവൻ? ലിവിങ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്, ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുവിനോടും വളരെ വ്യക്തിപരമായ ആഴമായ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ജീവൻ. ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അബണ്ടൻ്റായ, ഏറ്റവും സമൃദ്ധമായ ജീവിതം നയിക്കുന്നത്, ജീവൻ ആഘോഷിക്കുന്നത് പിതാവിനോടും പുത്രനോടും ആഴമുള്ളൊരു ബന്ധം ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് അറിയുക എന്നാണ്. അറിയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൈബിളിൽ അറിയുക എന്ന് പറയുന്നൊരു വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് സെക്ഷുവൽ ഇൻറ്റിമസിയെ സൂചിപ്പിക്കാനാണ്. അതായത് ശാരീരിക ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, ഇത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അറിയുക. ആദം തൻ്റെ ഭാര്യയെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രയും ആഴമായ ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധം പോലെ ആഴമായ ഒരു വ്യക്തിബന്ധം യേശുവിനോട്, പിതാവിനോട് ഉണ്ടാവുമ്പോഴാണ് ഒരു വിശ്വാസിയിൽ ജീവൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന്. അതുണ്ടാവണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആഴമായ ഒരു ബന്ധം യേശുവിനോട് ഉണ്ടാവണം. ഞാൻ ഈ ആദ്യ ഭാഗം ഇന്ന് നമുക്ക് പറയാനുള്ള സമയമേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പം ഇന്ന് പറഞ്ഞത് യോഹന്നാൻ 17 യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാതെ, ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രനെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പുത്രനെ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ മേലും യേശുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് സുവിശേഷം പറയാൻ ലജ്ജിക്കരുത്. ഇനി ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം ജീവൻ നേടാൻ കഴിയണമെങ്കിൽ വ്യക്തിപരമായൊരു ബന്ധം പിതാവിനോടും പുത്രനോടും ഉണ്ടാവണം.
4-ാമത്തെ വാക്യം, അവിടുന്ന് തന്നെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത് നമ്മളെ ദൈവം ഏൽപ്പിച്ച ജോലി ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് അവിടുത്തോടു കൂടെ എനിക്കുണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞ് ഉത്ഥാനത്തിലേക്ക് ഈശോ പ്രവേശിക്കുമ്പോൾ ആ മഹത്വത്തിലേക്ക് ഈശോ വീണ്ടും കടന്നു പോവുകയാണ്. ഈ ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട കുറേയധികം പാഠങ്ങളുണ്ട്. ആഴമായൊരു വ്യക്തിബന്ധം യേശുവിനോട്, പിതാവിനോട് ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നല്ല കർത്താവെ, നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അവരെ ഞാൻ ചേർത്ത് വെച്ച്, കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക്, ഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആഴമായൊരു ബന്ധവും സ്നേഹവും ഈശോയോട് ഉണ്ടാവാൻ, പിതാവിനോട് ഉണ്ടാവാൻ ഈ എപ്പിസോഡ് കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് 6 മുതൽ 19 വരെയുള്ള അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.